ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ ഹൈന്ദവ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ക്ഷേത്ര സംസ്കാരത്തിനാധാരമായ തന്ത്രശാസ്ത്രത്തെക്കുറിച്ചായിരുന്നു. തന്ത്രശാസ്ത്രം പറയുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ 5 രൂപത്തിൽ കുടികൊള്ളുന്നു എന്ന്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. പരം, വ്യൂഹം, വിഭവം, അർച്ച, അന്തര്യാമി. അതിൽ നമ്മൾ 4-ാമത്തേതായ അർച്ച എന്ന ആ അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നാണ് അർത്ഥം. അർച്ചകസ്യ പ്രഭാവേന ശില ഭവതി ശങ്കര. അർച്ചകൻ്റെ അഥവാ സാധകൻ്റെ ആ ധ്യാന നിഷ്ഠയുടെ ഉപാസനാ ബലം കൊണ്ടാണ്, അർച്ചന കൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ ആ പരിണിത ഫലമാണ് വിഗ്രഹത്തിൽ പൂർണ്ണമായും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത് തന്നെ. അപ്പോൾ ഈ അർച്ചാരൂപത്തിലുള്ള വിഗ്രഹം, വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശേഷാൽ ഗ്രഹേ ഇതി വിഗ്രഹ. വിശേഷിച്ച് ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം. അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. അങ്ങനെ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് അത് 2 രൂപത്തിലുള്ള വിഗ്രഹങ്ങളാണ് ഉള്ളത്. ഒന്ന് ചല വിഗ്രഹം, 2 അചല വിഗ്രഹം. ചല വിഗ്രഹം എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റാൻ കഴിയുന്ന വിഗ്രഹങ്ങൾ. നമുക്കറിയാം, ക്ഷേത്രത്തിലെ ശിവേലി വിഗ്രഹങ്ങൾ, അതുപോലെയുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റാൻ കഴിയുന്നവയാണ്. അചല വിഗ്രഹങ്ങൾ, അതായത് ചലിപ്പിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങൾ, അത് സ്ഥിരമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെയാണ് അചല വിഗ്രഹം എന്ന് പറയുന്നത്. അചലം എന്ന വാക്കിൻ്റെ അർത്ഥം ചലിപ്പിക്കാൻ കഴിയാത്തത്, ചലിക്കാത്തത് എന്നൊക്കെയാണ്. തന്ത്ര സമുച്ചയത്തിൽ പറയുന്നത് ലോക അനുഗ്രഹ ഹേതുർത്ഥം സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ച തഥാദേവ പ്രത്യയ പരിവർത്തയ. ലോക അനുഗ്രഹാർത്ഥം സ്ഥിരമായും സുഖമായും പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ, അതാണല്ലോ ക്ഷേത്രത്തിൻ്റെ ആധാരവും. അങ്ങനെ ക്ഷേത്രത്തിൽ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ വിഗ്രഹങ്ങൾക്ക് 3 തലത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. 1 സ്ഥാനകം, 2 ആസനം, 3 ശയനം. സ്ഥാനകം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന വിഗ്രഹങ്ങൾ, ആസനം എന്നാൽ ഇരിക്കുന്ന വിഗ്രഹങ്ങൾ, ശയനം എന്നാൽ കിടക്കുന്ന വിഗ്രഹങ്ങൾ. ശയന രൂപത്തിലുള്ള ഒരു വിഗ്രഹം മാത്രമേ നാളിതുവരെയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്ത ശയനമാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ 3 തലത്തിലുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. അടുത്തത് 3 സ്വഭാവത്തിലുള്ള വിഗ്രഹങ്ങളുമുണ്ട്. അതിൽ സ്വാത്വികം, രാജസം, താമസം, ഇങ്ങനെ 3 സ്വഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ. എന്താ സ്വാത്വിക വിഗ്രഹം? വിഗ്രഹം സാത്വികം എന്നാൽ നമുക്കറിയാം, ഇത് കാണുന്നുണ്ടല്ലോ, ചിന്മുദ്രാങ്കിതമായി ഒന്നുകിൽ പത്മാസനത്തിൽ അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെയാണ് നമ്മൾ ഈ സ്വാത്വിക വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ധ്യാനാത്മകമായി ഇരിക്കുന്ന വിഗ്രഹങ്ങൾ. അതുപോലെയാണ് രാജസം. രാജസ വിഗ്രഹങ്ങൾ നമുക്കറിയാം, ഇത് കാണുന്നുണ്ടല്ലോ, അഭയവരദഹസ്ത മുദ്ര എന്ന് പറയും. ഈ മുദ്ര പിടിച്ച് ആഭരണങ്ങൾ ധരിച്ച്
ഇരിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ രാജസ വിഗ്രഹങ്ങളെന്നാണ് പറയുക. അതുപോലെ ആയുധങ്ങൾ പിടിച്ച് ദുഷ്ട നിഗ്രഹാർത്ഥം ഇരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ അത് താമസ വിഗ്രഹങ്ങളാണ്. ഈ 3 സ്വഭാവങ്ങളിലുള്ള വിഗ്രഹങ്ങൾ ആണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിനെല്ലാം ധ്യാനമുണ്ട്, പ്രത്യേകം ധ്യാനമുണ്ട്, പ്രത്യേകം ഛന്ദസ്സുണ്ട്, അതിൻ്റെ പ്രത്യേക പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ക്ഷേത്ര ആരാധന നടത്തുവാൻ. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാ ഹൈന്ദവ വിശ്വാസികളിലും എത്തിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സാദര നമസ്കാരം.